പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി 50% വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും 2000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തികൾ വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. കൂനമ്മാവ് പള്ളിയിൽ വിശുദ്ധ ഫിലോമിനായുടെ മധ്യസ്ഥ തിരുനാളിന് ഒരുക്കങ്ങളായി. വരാപ്പുഴ വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിലുള്ള ഭാരതത്തിലെ ആദ്യ ദൈവാലയമായ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ആൻഡ് വിശുദ്ധ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഫിലോമിനയുടെ മധ്യസ്ഥ തിരുനാളിന് ഒരുക്കം തുടങ്ങി. 11 മുതൽ 16 വരെ ദിവസവും വൈകിട്ട് 5:30 ദിവ്യബലി നോവേന ആരാധന. ഫാദർ ആൽബിൻ, ഫാദർ ജോബിൻ പാനിക്കുളം, ഫാദർ ജിക്സൺ ജോൺ ചേരിയിൽ, ഫാദർ ജിത്തു വട്ടപ്പള്ളി, ഫാദർ അജയ് ഷാജു, ഫാദർ വില്യം ചാൾസ് തൈക്കൂട്ടത്തിൽ എന്നിവർ നവനാൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 17 വൈകിട്ട് 5:30 ഫെറോന വികാരി മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസ് കൊടിയേറ്റും. ദിവ്യബലിയിൽ ഫാദർ ആന്റണി ഡൊമിനിക് ഫിഗരാദോ കാർമ്മികത്വം വഹിക്കും. ഫാദർ കപ്പി സത്താൻ ലോപ്പസ് വചന സന്ദേശം നൽകും. രാത്രി 7 പൊതുയോഗം കലാസന്ധ്യ. 18 വൈകിട്ട് 5:30 ഫാദർ ജോസഫ് തട്ടാശ്ശേരിയുടെ കാർമ്മികത്തിൽ ദിവ്യബലി. ഫാദർ സോജൻ മളിയക്കൽ വചന സന്ദേശം നൽകും. രാത്രി 7 കുടുംബ യൂണിറ്റ് കലാപരിപാടികൾ. തിരുനാൾ ദിനമായ 19 രാവിലെ 6-നും 9:30 ദിവ്യബലി. വൈകിട്ട് 5:30 ആഘോഷമായ തിരുനാൾ ദിവ്യബലിയിൽ ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി കാർമ്മികത്വം വഹിക്കും. ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായ കൂനമ്മാവ് സെയിൻറ്റ് ഫിലോമിനാസ് വിശുദ്ധ ചാവറ കുര്യാക്കോസച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ ഫിലോമിനായുടെ തിരുനാൾ ആഘോഷിക്കുന്ന കാര്യം ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ ഫിലോമിന പുണ്യവതിയുടെ ചരിത്രം പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചരിത്രമാണ്. വെറും 13-ാം വയസ്സിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് 291 കാലഘട്ടത്തിൽ യേശുവിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച് മരിച്ച വിശുദ്ധ, അനേക വർഷക്കാലം അറിയപ്പെടാതെ ഭൂഗർഭാലയത്തിൽ മറ്റ് രക്തസാക്ഷികളോടുകൂടി അടക്കം ചെയ്ത് കടന്നിരുന്നത് 1800-ലാണ് അത് ഗവേഷണം നടത്തി അവശിഷ്ടങ്ങളെല്ലാം പുറത്തെടുക്കുകയും ലോകം മുഴുവൻ വിശുദ്ധയുടെ മഹാത്മ്യം അറിയാൻ ഇടയായത്. 1837 ജനുവരി 30 രക്തസാക്ഷിയായ വിശുദ്ധ ഫിലോമിനായെ 16-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ശ്രദ്ധിക്കണം, ആ വർഷം തന്നെ 1837 തന്നെ ജൂലൈ 16-ാം തീയതി നമ്മുടെ ഈ കൂനമ്മാവ് ഇടവകയിൽ വിശുദ്ധയുടെ നാമധേയത്തിൽ ഒരു കപ്പേളപ്പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുകയാണ് ബിഷനേലി പിതാവ്. വേണമെങ്കിൽ പറയാം, കേരളത്തിലെ ആദ്യത്തെ ആ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നിമിഷത്തിൽ തന്നെ ആ വർഷം തന്നെ സ്ഥാപിതമായ ഒരു ദേവാലയമാണ് ഈ കൂനമ്മാവിലെ ചരിത്രപ്രസിദ്ധമായ ദേവാലയം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇവിടെ അരങ്ങേറ്റിട്ടുണ്ട്. ചവറ പിതാവിൻ്റെ പാദസ്പർശനമേറ്റ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ശുശ്രൂഷകളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ഭൂമിയാണ്, ചരിത്ര ഭൂമിയാണ് കൂനമ്മാവ് ദേവാലയം. വിദേശ മിഷണറിമാർ, പ്രത്യേകിച്ച് കർമ്മലീത്ത മിഷണറിമാരുടെ സാന്നിധ്യവും പ്രവർത്തനമൊക്കെ ഈ മണ്ണിലുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, മറ്റെല്ലാ മേഖലകളിലും കൂനമ്മാവ് മേഖലയുള്ള ഈ പ്രദേശത്തുള്ള വ്യക്തികളെല്ലാം അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് 1836 മുതൽ ഇവിടെ കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുണ്ട്. ഈ റവറന്റ് ഡോക്ടർ വിൻസെന്റ് വചന സന്ദേശം നൽകും. തിരുനാളിനോടനുബന്ധിച്ച് 4 ദിവസങ്ങളിൽ വിശുദ്ധയുടെ ദൈവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർ പൂർണ്ണ ദണ്ഡ വിമോചനം സഭ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾക്ക് റക്ടർ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസ്, സഹവികാരിമാരായ ഫാദർ സുരേഷ് സ്റ്റാൻലി നടുവിലെ വീട്ടിൽ, ഫാദർ ഫെബിൻ ജോസഫ് കിഴവന നേതൃത്വം നൽകും. അങ്ങനെ പല സാധനങ്ങളും പല പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു ഇടവകയാണ് ഈ കൂനമ്മാവ് സെയിൻറ്റ് ഫിലോമിനാസ് ദേവാലയം. അതിന് പെരുന്നാൾ ഈ മാസം 17, 18, 19 തീയതികളിലായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനൊരുക്കമായ നവനാൾ പ്രാർത്ഥനകൾ 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നടക്കും. വൈകിട്ട് എല്ലാ ദിവസവും 5:30 ദിവ്യബലി നൊവേന ആരാധന,
17 വൈകിട്ട് 5-നാണ് തിരുനാൾ കുടിയേറ്റം. ദിവ്യബലി അർപ്പിക്കുന്നത് ഫാദർ ഡൊമിനിക് ആൻ്റണി ഫിഗറേതോ. ഫാദർ കപ്പിസാൻ ലോപ്പസിൻ്റെ വചന സന്ദേശമുണ്ടാകും. രാത്രി 7-ന് പൊതുയോഗമുണ്ട്. ഇത് ഇടവകയുടെ ഒരു തിരുനാളായതുകൊണ്ടിട്ട് കേന്ദ്രസമിതിയുടെയും അതുപോലെ കുടുംബ യൂണിറ്റിൻ്റെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ 2-3 ദിവസത്തേക്ക് ഇവിടെ പൊതുയോഗങ്ങൾ, അതുപോലെ തന്നെ കലാസന്ധ്യ. 18-ന് വൈകിട്ട് 5:30 ഫാദർ ജോസഫ് തട്ടാരശ്ശേരിയുടെ മുഖ്യ ആർമീയത്തിൽ ദിവ്യബലി, ഫാദർ സോജൻ മാളിയേക്കലിൻ്റെ വചന സന്ദേശമുണ്ടാകും. രാത്രി 7-ന് വീണ്ടും കുടുംബ യൂണിറ്റുകളുടെ കലാസന്ധ്യ. തിരുനാൾ ദിനമായ 19-ന് രാവിലെ 6-നും 9:30-ക്കും ദിവ്യബലി. വൈകിട്ട് 5-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി. ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ഡോക്ടർ വിൻസെൻ്റ് വാര്യത്ത് വചന സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം. വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിലുള്ള കേരളത്തിലെ പ്രഥമ ദേവാലയമാണ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. വിശുദ്ധയായി പ്രഖ്യാപിച്ച 1837 സെപ്റ്റംബർ 8-നാണ് ഈ ജൂലൈ 16-ന് കല്ലിട്ട് സെപ്റ്റംബർ 8-ന് കപ്പേളയുടെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുകയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾ എല്ലാ വർഷവും കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലുള്ള യൂണിറ്റിൽ നിന്നുള്ള പ്രതിനിധികളെ പ്രസിഡന്റുമാരായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തിക്കൊണ്ടുവരുന്നത്. എല്ലാവർക്കും ഈ വലിയ പെരുന്നാളിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം റെക്ടർ എന്ന നിലയിൽ ഈ പെരുന്നാളിലേക്ക്. കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലാണ് വർഷം തോറും മധ്യസ്ഥ തിരുനാൾ നടത്തിവരുന്നത്. പ്രസിഡന്റിമാരും കുടുംബ യൂണിറ്റിൽ നിന്നുള്ളവരാണ്. പുറത്തു നിന്നുള്ളവർക്ക് പ്രസിഡന്റിമാരാകാൻ താല്പര്യമുണ്ടെങ്കിൽ പള്ളി ഓഫീസുമായി ബന്ധപ്പെടണം. ന്യൂസ് ബ്യൂറോ, പറവൂർ.